ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു പൊൻതിരുവോണം കൂടി സമാഗതമായിരിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാ കനാനായ മക്കൾക്കും കിഴങ്ങൂർ കടുവത്തി ഫൊറോനയുടെ ഹൃദ്യമായ തിരുവോണാശംസകൾ നേർന്നുകൊള്ളുന്നു. I've been hearing about this Onam a lot. What is actually Onam? അതിനെന്താ, അച്ഛമ്മ മക്കൾക്ക് പറഞ്ഞു തരാലോ ഓണം എന്താണെന്നൊക്കെ. ഓണം നമ്മൾ മലയാളികളുടെ ദേശീയോത്സവവും വിളവെടുപ്പ് ഉത്സവമാണ്. നമ്മൾ ഓണം ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതായത് പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് അസുര രാജാവായ മഹാബലി തമ്പുരാനായിരുന്നു. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മഹാബലിയുടെ ഭരണം. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പാട്ട്? മഹാബലിയുടെ നല്ല ഭരണത്തിലും നാടിൻ്റെ ഐശ്വര്യത്തിലും അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. മഹാവിഷ്ണു വാമനനായി ഒരു ചെറിയ ബ്രാഹ്മണന്റെ വേഷത്തിൽ മഹാബലിയുടെ അടുത്തെത്തി. തനിക്ക് തപസ് ചെയ്യുന്നതിന് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നൽകാമെന്ന് മഹാമനസ്കനായ മഹാബലി സമ്മതിച്ചു. ഇത് കേട്ട വാമനൻ ആകാശം മുട്ട വളർന്നു. ഭൂമിയും ആകാശവും 2 അടി കൊണ്ട് അളന്നു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാകരുണാമയനായ മഹാബലി തൻ്റെ ശിരസ് തന്നെ കാട്ടിക്കൊടുത്തു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്തഴുത്താനായി കാലുയർത്തി. അപ്പോൾ പ്രജാതൽപരനായ മഹാബലി തൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. എല്ലാ വർഷവും ഒരിക്കൽ മാത്രം തൻ്റെ പ്രജകളെ ഒന്ന് വന്ന് കാണാൻ അനുവദിക്കണം. വാമനൻ അതിന് സമ്മതിച്ചു. അങ്ങനെ മഹാബലി നമ്മളെ വന്ന് കാണുന്ന ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. Achame, the Mahabali is coming.
തമ്പുരാന് ഹ്യൂസ്റ്റൻ്റെ മണ്ണിലേക്ക് സ്വാഗതം. HKCSൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം നേരിൽ കാണുവാൻ എത്തിയതിന് വളരെയധികം നന്ദിയുണ്ട് പ്രഭു. അങ്ങയുടെ സാന്നിധ്യം ഒരു മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. അപ്രതീക്ഷിതമായാണെങ്കിലും അങ്ങയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുവാനും ഈ ഓണാഘോഷത്തിലേക്ക് ക്ഷണിക്കുവാനും സാധിച്ചതിൽ കിടങ്ങൂർ കടുത്തുരുത്തി ഓണം കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ പ്രജകൾക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. കേരളത്തിലേക്ക് പോകുന്ന വഴിയാണ് നാം ഇദ്ദേഹത്തെ കാണുന്നതും HKCSൻ്റെ ഇത്തവണത്തെ ഈ ഓണാഘോഷം കൊറോണാടിസ്ഥാനത്തിൽ മത്സരമായി നടത്തുന്ന വിവരവും നാം അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ഓണാഘോഷം ഒന്ന് കാണണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വത്സ ഇന്നത്തെ പരിപാടികൾ? പ്രഭു, ആദ്യമായിട്ട് ഹ്യൂസ്റ്റൻ്റെ തരുണിമണികൾ തിരുവാതിര അവതരിപ്പിക്കുന്നു. അത് നമുക്ക് കണ്ടാലോ? മാവലി തമ്പുരാൻ അറിഞ്ഞായിരുന്നോ? ഇവിടെ ഹ്യൂസ്റ്റണിൽ 3-4 ദിവസം കറണ്ടില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഭാര്യ ടെമുവിൽ നിന്ന് ഒരു ജനറേറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വന്നോട്ടെ, ഞാനൊന്ന് കലക്ക് കലക്കും. എവിടുന്ന്? ടെമുവിൽ നിന്നോ? ആ, കലങ്ങിയത് തന്നെ. എന്തെങ്കിലും കിട്ടിയ ഭാഗ്യം. ഹലോ ആനി, എന്ത് ജനറേറ്റർ വന്നോ? ആവൂ, അത് ഞാൻ വന്നിട്ടേ അപ്പോഴത്തെ തെക്കനാടൻ ജെയിംസിനെയും കടപ്പുറയ്ക്കിലെ അജുവിനെയൊക്കെ കൂട്ടി എടുത്തു വെച്ചോളാം. ശേ, നീ അതെടുത്ത് ഷോക്കേസിൽ വെച്ചെന്നോ? ദൈവമേ, ഷോക്കേസിൽ വെക്കുന്ന സാധനമാണോ ടെമുവിൽ നിന്ന് ഓർഡർ ചെയ്തത്? എൻ്റെ കാശ് പോയോ? ആ, അത് പോട്ടെ. പ്രഭു, അടുത്തത് ഹൂസ്റ്റണിലെ ഗായകർ നമുക്കായിട്ട് ഒരു ഓണപ്പാട്ട് പാടുന്നു. അതെ, ഒരു നല്ല ഓണപ്പാട്ട് കേട്ടിട്ട് ഒത്തിരി കാലങ്ങളായിരിക്കുന്നു. അങ്ങോട്ട് കേട്ട് കളയാം.
കുന്നല്ലിനവലും മലരും പൊന്നമ്പല നടയിൽ വെച്ചു. നിറയോ നിറ നിറയോ പൊന്നാവണി നിറവറ വെച്ചു. നിറയോ നിറ നിറയോ പൊന്നാവണി നിറവറ വെച്ചു. കുന്നിമരുവാഴുകാവിൽ കുന്നത്തെ തെച്ചിക്കാവിൽ ഇന്നല്ലോ നിറമാല. ഇന്നല്ലോ നിറമാല. ഒരു പൂഞ്ഞാലും കോർത്തു ഒരു തിരിയെന്നുള്ളിൽ പൂത്തു. നിറയോ നിറ നിറയോ പൊന്നാവണി നിറവറ വെച്ചു. നിറയോ നിറ നിറയോ പൊന്നാവണി നിറവറ വെച്ചു. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർകാറ്റിൻ കുഞ്ഞിക്കൈകൾ. നിന്നെ പുൽകാനായി കൊതിയൂറും മാനിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിന്നനിലാവിൻ വന്ദാവനി തിരുവോണമേ വരികില്ലേ നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർകാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർകാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാനിക്കാറും. തമ്പുരാനെ, അടുത്തതായിട്ട് ഹ്യൂസ്റ്റണിലെ ചുറുചുറുക്കുള്ള പുരുഷന്മാർ ഒരു നാടൻ കലാരൂപമായ ചവിട്ടുകളി അവതരിപ്പിക്കുന്നു. ഓഹോ ബലേഷ്, തനിക്ക് ചവിട്ടുകളി എന്താണെന്ന് അറിയാമോ? ഏയ്, എവിടെ? അവർ കളിക്കുന്നു, ഞാൻ കാണുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ഓരോ കലാരൂപത്തിനും അതിൻ്റേതായ ഐതിഹ്യവും അർത്ഥവും ഒക്കെയുണ്ട്. നമ്മളത് മനസ്സിലാക്കി. പണ്ട് കാലത്ത് കൊയ്ത്തിന് ശേഷവും കല്യാണ വീട്ടിലുമൊക്കെ സന്തോഷം പങ്കിടുവാനായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുകളി. ഒരു കൂട്ടം ആളുകൾ പല പല നാടൻ പാട്ടുകൾ പാടി നൃത്തം വയ്ക്കുകയാണ് ചവിട്ടുകളിയിൽ ചെയ്യുന്നത്. ചവിട്ടുകളിയിൽ പങ്കെടുക്കുന്നവരെ കളിമാക്കൾ എന്നും ചവിട്ടുകളി നടക്കുന്ന സ്ഥലത്തെ കളിവട്ടം എന്നും പറയും. ഇപ്പോൾ എല്ലാവർക്കും ചവിട്ടുകളി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അങ്ങോട്ട് ആസ്വദിച്ച് കളയാം. താനോം താനും താനോ താനിന്നാനോ താനോം താനും താനോ താനിന്നാനോ താനോ താനും താനോ താനിന്നാനോ അങ്ങനെ പാട്. താനോ താനും താനോ താനിന്നാനോ എൻ്റെ അച്ഛൻ മുത്തച്ഛൻ കാരണന്മാരെ ഞങ്ങളൊരു കുട്ടിപ്പായിതലാണ് കേട്ടോ. അങ്ങനെ പാട്ടില് തെറ്റുണ്ടെങ്കിൽ ചോടയില് കുറവുണ്ടെങ്കിൽ ഞങ്ങളോട് പുറത്തിടണം കാരണന്മാരെ. ഞങ്ങളോട് പുറത്തിടണം കാരണന്മാരെ. താനോ താനും താനോ അങ്ങനെ പാട്. കാറ്റിലിടി വെട്ടി മഞ്ഞ് മഴ പെയ്ത് ആ മഴയ്ക്ക് പൊട്ടിമുളച്ചൊരു പൊന്നും താമര മുത്താണ്. തൂച്ചി മോന കാട്ടി പപ്പടം പോലെ വിരിഞ്ഞ് കൊമ്പ് 14
ജില്ല 18 അങ്ങനെ ആ മരം നോട്ടം നോക്കണ മൂത്താശാരും മക്കളും ആ മരം കൊണ്ടല്ലേ മത്തിക്കപ്പല് പാണേത് മത്തിക്കപ്പല് കൊണ്ടുപോയി മാക്കത്തണോപ്പിച്ച് ദാവരം ഒരു കപ്പലില് എന്തെല്ലാം ചരക്കുണ്ട് അത്തി ഇത്തി കപ്പി കയറ് ഓട് പാത്തറാണ്ടോ. പ്രഭു, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അങ്ങ് തിരിച്ചു പോകുമ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി തന്നുവിടാം. ഇവിടെ ഹൂസ്റ്റണിൽ എല്ലാവരുടെയും ബാക്കിയായി കൃഷിയുണ്ടല്ലോ. അയ്യോ എൻ്റെ പൊന്നെ വേണ്ടേ. കഴിഞ്ഞ തവണ കിട്ടിയ പച്ചക്കറി ഇപ്പോഴും ഫ്രീസിലിരിക്കുക. പിന്നെ 3-4 ദിവസം കറണ്ടില്ലായിരുന്ന പച്ചക്കറിയല്ലേ എനിക്ക് വേണ്ടേ. എന്നാൽ പിന്നെ അടുത്തതായിട്ട് ഹൂസ്റ്റണിലെ ഊർജ്ജസ്വലരായ യുവജനങ്ങൾ ഒരു ഇടിവെട്ട് ഡാൻസുമായി ഇതേ വരുന്നു. ഇവിടെ വന്ന് എൻ്റെ പ്രജകളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും നാം അതീവ കൃതാർത്ഥനാണ്. ഫൊറോണ അടിസ്ഥാനത്തിൽ ഓണം കോമ്പറ്റീഷൻ സംഘടിപ്പിച്ച ഈ HKCSന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നാം അനുമോദിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ ഓണം കെങ്കേമമായി ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് നാം പ്രത്യാശിക്കുന്നു. ഇനി കിടങ്ങൂർ കടുത്തുരുത്തി കുടുംബത്തിലെ എല്ലാ പ്രജകളും നമ്മോട് കൂടെ വന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരും. ഈ KK കുടുംബം എനിക്ക് വേണം. ഞാനതൊന്ന് എടുക്കുക.